വിജയേട്ടൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ആരും സാറിന് അധികം വിളിച്ചു കാണില്ല, എല്ലാവരും വിജയേട്ടൻ തന്നെയായിരിക്കും. അപ്പം പോലീസും അയ്യം വിജയനും ഈ കാക്കിയും അയ്യം വിജയനും തമ്മിൽ എത്രമാത്രം ഇഴുകിച്ചേർന്നു? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ പോലീസാണ്. ഞാൻ കൂടി പോയത് ഒറ്റ ട്രെയിനിൽ പോയിട്ടുള്ളൂ, പോലീസിലാണ്. പക്ഷെ ആ പോലീസിൽ കയറിയിട്ട് തന്നെ കുറെ കസ്റ്റമേഴ്സും ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടാവും. ആ സമയത്ത് കളിക്കുന്നത് എൻ്റെ പഠിപ്പ് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ച കാരണം അങ്ങോട്ടൊന്നും പോയില്ല. പക്ഷെ എന്നെ പോലീസ് അത്ര കെയർ ചെയ്തു. എൻ്റെ പോലീസ് പോയിട്ടും തിരിച്ച് 16 വർഷം തിരിച്ച് ജോയിൻ ചെയ്തതും പോലീസിലാണ്. ഒരു അയ്യം വിജയൻ എന്നൊരു പേര്, അയ്യം എന്ന് ഫ്രണ്ട് ആദ്യം വിജയനാണ്. അയ്യം എന്ന് ചേർന്നപ്പോഴാണ് ആ പൂർണ്ണതാണ്. ആ ഒരു അയ്യം ആക്കിയത് പോലീസാണ്. അതെനിക്ക് ഒരിക്കലും പറക്കാനും പറ്റില്ല. അതെ, റിട്ടയർഡ് ആയാലും എൻ്റെ മനസ്സിലുള്ളത് അത് തന്നെ, പോലീസ്. കളിക്കളത്തിൽ പോലീസിന്റെ ടീം നമുക്കറിയാം. കുര്യേഷ് മാത്യു, പി സത്യൻ, പപ്പച്ചൻ, ഷറഫ് അലി തുടങ്ങി പ്രഗത്ഭരായ താരങ്ങളുടെ ഒക്കെ ഒപ്പം കളിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ അന്നത്തെ ആ ഒരു ഡ്രീം ടീം അത് പിന്നീട് നമുക്ക് കേരള പോലീസ് പിന്നീട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴും പ്ലേയേഴ്സൊക്കെ ഉണ്ട്, കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഞങ്ങൾക്കൊക്കെ കോഴിക്കോട് നാഗജി കളിക്കാൻ പോകുമ്പോൾ കേരള പോലീസിന്റെ കളി എന്ന് പറയുമ്പോൾ അന്നൊക്കെ 3 മണിക്ക് 4 മണിക്കൊന്നും കളി വേണം. കട്ട്ലൈറ്റിലല്ല, കാലത്ത് ടിക്കറ്റ് എടുക്കാൻ വരും ആൾക്കാർ അവിടെ നിൽക്കും. കാരണം ഞാൻ കരന്തൻ ജ്യൂസ് കടവൻ്റെ അവിടെ ഞാൻ ചെന്ന് നിൽക്കാറുണ്ട്, ഷാഫിരി എടുത്ത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുന്നിൽ അവൻ്റെ ജ്യൂസ് കട. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കളി കാണാനോ ഇവർ ഇത്ര നേരത്തെ വന്ന് നിൽക്കണേ. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു പഞ്ചിപ്പില്ല. ഇപ്പൊ ഒരു കളി നടക്കുന്ന കാലിക്കറ്റ് കേരള പോലീസ് ആവട്ടെ, മോഹൻ ബാനർജി, ഈസ്റ്റ് ബംഗാൾ ആവട്ടെ, ഏത് ടീം വേണമെങ്കിൽ കളിച്ചോട്ടെ, ആ സമയത്ത് വന്ന് ടിക്കറ്റ് കിട്ടാണ്ടിരിക്കില്ല, കിട്ടിയ കയറും. ആ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. ഒരു കാലത്ത് 6-7 മണിക്ക് വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് അന്ന് കാലത്ത് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, കാലത്ത് തന്നെ ടിക്കറ്റ്. അപ്പൊ ആ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ വരുമ്പോ നമ്മളിങ്ങനെ, ഞാനൊക്കെ അവിടെ വൈകുന്നേരം നമ്മളാണ് കളിക്കേണ്ടത്. രാവിലെ ആളുകളുണ്ടാവും, രാവിലെ തന്നെ ആൾക്കാർ വന്ന്. അതാണ് കോഴിക്കോട് ഈ സത്യൻ, ഷർഫില്, പാപ്പച്ചൻ, കുര്യേഷ് മാത്യു, ചാക്കോ, മെഹബൂബ്, ആ ഒരു ടീം. അന്ന് ഇന്ത്യൻ ടീമില് കേരള പോലീസിന് 5-6 പ്ലേയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഈ സമയത്ത് കേരളത്തിൽ ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ആ സമയത്ത് കേരള പോലീസിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്യാമ്പില് 9 പേരുണ്ടായിരുന്നു കൽക്കട്ടയില്. അന്ന് സുഭാഷ് ഭൗമിക്കായിരുന്നു കോച്ചായിരുന്നു. 9 പേര് കേരള പോലീസിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് പറയും, അയാള് നിർത്തി വലുത് വിടാൻ തുടങ്ങി എന്നൊക്കെ പറയും. അതല്ല, അത് ഉള്ളതാണ്. 9 പേര് ക്യാമ്പിലുണ്ടാവും, അതിൽ 7 പേര് ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നുണ്ടാവും. മനസ്സിലായി? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടാവും നോക്കി കണ്ട് പറയേണ്ടി വരും. ഈ മുന്നേറ്റ നിരയിൽ പാപ്പച്ചൻ വിജയൻ വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസുകൾ കൂടുതൽ തന്നിട്ടായിരിക്കും ഗോൾ അടിച്ചിട്ടുണ്ടാവുക. ഇല്ല, പാപ്പച്ചൻ സാറിന് പറഞ്ഞാൽ ഞങ്ങള്, എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡിൽ പാപ്പച്ചൻ എന്ന് പറയുന്നത്. എനിക്ക് ആളെ കളി ഭയങ്കര ഇഷ്ടമാണ്. പാപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള്, എൻ്റെ 17 വയസ്സ്, അപ്പൊ എൻ്റെ സീനിയറാണ്. അപ്പൊ ഒപ്പം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എനിക്ക് ഓരോ മൂവ്മെന്റും, ആളെവിടെ എനിക്ക് ബോൾ വരും, ഞാൻ ആൾക്ക് എവിടെ കൊടുത്തു, ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും പോലീസുള്ളടത്തോളം ലൈഫ് ലോങ്. അങ്ങനെ എത്ര കൊല്ലം പോലീസുണ്ട് അത്ര കൊല്ലം ഞങ്ങൾ ഇന്ത്യൻ ടീമിലുള്ളപ്പോഴായാലും അങ്ങനെ തന്നെ ആവും. അതൊരു ആളൊരു പ്ലെയർ ISL കളിക്കുന്ന പ്ലെയേഴ്സിനേക്കാളും ടോപ്പ് പ്ലെയറാണ്. അത് അങ്ങനത്തെ ഒരു പ്ലെയർ ഇന്ത്യയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.